രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലെ എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടുള്ള എൻ്റെ പേര് ഷിബു. ഹായ് ഷിബു ചേട്ടൻ. ഹായ് ഹായ്. നമ്മള് മറ്റേ ബിൽ ഡബ്ല്യുവിന്റെ ദ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഭാഷ എന്ന് പറയുന്ന ഓരോ ലേഖനങ്ങളാണ് ഇപ്പൊ നമ്മൾ അവസരപ്പെടുത്തിയിരിക്കുന്നത്. 1950 ശേഷം 1960കളിലും 1958 എഴുതിയ ലേഖനങ്ങളെ കുറിച്ചാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വായിച്ചതിന്റെ ബാക്കി ഞാൻ വായിക്കാം. വി കെയിം ഓഫ് ഏജ്, അതിൽ ഞങ്ങൾ പ്രായപൂർത്തിയിലായി അല്ലെങ്കിൽ പ്രായപൂർത്തിയായി എന്നുള്ള ലേഖനമാണ്. സെപ്റ്റംബർ 1950 അദ്ദേഹം എഴുതിയത്. On AS 15th anniversary, everybody knew that we had grown up. There couldn't be any doubt about it. Members, families, and friends. 7,000 of them spent 3 inspiring, almost awesome days with our good host at Cleveland. അതായത് ആൽക്കോളിസർമിസിന്റെ 15ാം വാർഷികത്തിൽ ഞങ്ങൾ വളർന്നു വന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. എവരിബഡി ന്യൂ നോട്ട് വി ഹാഡ് ഗ്രോൺ അപ്പ്. ഞങ്ങൾ വളർന്നു വന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. അതിലൊരു സംശയവുമില്ല. there couldn't be any doubt about it. അതിലൊരു സംശയവുമില്ല. മെമ്പേഴ്സ്, അംഗങ്ങൾ, ഫാമിലീസ്, കുടുംബാംഗങ്ങൾ, ആൻഡ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ കൂട്ടുകാർ, 7,000 ഓഫ് ദം, അവരിൽ ഏകദേശം 7,000 പേര്, സ്പെൻഡ് 3 ഇൻസ്പയറിംഗ് ഓൾമോസ്റ്റ് ഓസം ഡേയ്സ് വിത്ത് അവർ ഗുഡ്സ് ഹോസ്റ്റ് അറ്റ് ക്ലീവ്ലാൻഡ്. ആ 7,000 പേര് ക്ലീവ്ലാൻഡിലെ ഞങ്ങളുടെ നല്ല ആതിഥേയരുമായി അല്ലെങ്കിൽ അവരുടെ പ്രചോദനാത്മകവും ഏതാണ്ട് ആകർഷണീയമായ 3 ദിവസങ്ങൾ ഞങ്ങൾ അവിടെ കഴിച്ചുകൂട്ടി. ദ തീം സോങ് ഓഫ് അവർ കോൺഫറൻസ് വാസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഞങ്ങളുടെ സമ്മേളനത്തിന്റെ തീം സോങ് നന്ദിയായിരുന്നു. ഇറ്റ്സ് എ കീ ടോൺ വാസ് ദ ഷുവർ റിയലൈസേഷൻ ദാറ്റ് വി ആർ നൗ വെൽഡഡ് ആസ് വൺ ദ വേൾഡ് ഓവർ. നാം ഇപ്പോൾ ലോകമെമ്പാടും ഒന്നായി ഇണങ്ങിച്ചേർന്നിരിക്കുന്നു എന്നാണ്. ഇണങ്ങിച്ചേർന്നിരിക്കും, വെൽഡഡ് ആസ് വൺ, ഒന്ന് ആയിട്ട് ലോകത്തോട് മുഴുവൻ ഇണങ്ങിച്ചേർന്നിരിക്കുന്നു. ആസ് നെവർ ബിഫോർ we dedicated ourselves to the single purpose of carrying good news of AA to those millions who still don't know. ഒന്നായി തുടങ്ങിയതില് ഉറപ്പായിരുന്നു അതിന്റെ മുഖ്യ വിഷയം. As never before, we dedicated ourselves to the single purpose of carrying good news of AA to those millions who still don't know. അപ്പൊ ഈ ലോകത്തോട് നമ്മൾ ഇണങ്ങിത്തിരിക്കുന്ന, അതായിരുന്നു നമ്മുടെ മുഖ്യ വിഷയം. മുമ്പെങ്ങുമില്ലാത്ത വിധം ഇപ്പോഴും നമ്മളെ അറിയാത്ത ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് കുറിച്ചുള്ള സന്തോഷ വാർത്ത എത്തിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനായി ഞങ്ങൾ സ്വയം സമർപ്പിച്ചു. And as we affirmed the traditions of Alcoholics Anonymous, we asked that we might remain in perfect unity under the grace of God for so long as He may need us. അപ്പോ കൂടാതെ മദ്യപാന് അല്ലെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങൾ ഞങ്ങൾ സ്ഥിരീകരിക്കുന്നത് പോലെ ദൈവകൃപയിൽ നമുക്ക് ആവശ്യമുള്ളിടത്തോളം കാലം നമ്മളെ തികഞ്ഞ ഐക്യത്തിൽ തുടരാൻ അവർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഫോർ സോ ലോങ് ആസ് ഹി മേ നീഡ് അസ്, ഞങ്ങൾക്ക് ദൈവത്തിന് നമ്മളെ ആവശ്യമുള്ളിടത്തോളം കാലം നമ്മൾ ഐക്യത്തിൽ തുടരാൻ നമ്മൾ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം ആവശ്യപ്പെട്ടു. ജസ്റ്റ് വാട്ട് ഡിഡ് വി ഡു? ഞങ്ങൾ എന്താണ് ചെയ്തത്? വി ഹാഡ് മീറ്റിംഗ്സ്, ലോട്ട്സ് ഓഫ് ദം. ഞങ്ങൾക്ക് ധാരാളം മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. ദ മെഡിക്കൽ മീറ്റിംഗ്സ് ഫോർ ഇൻസ്റ്റൻസ്, മെഡിക്കൽ മീറ്റിംഗ് ഒരു ഉദാഹരണത്തിന്. അവർ ഫസ്റ്റ് ആൻഡ് ഗ്രേറ്റ് ഫ്രണ്ട്സ് ഡോക്ടർ സിൽക്കോർത്ത് കുഡിന്റ് ഗെറ്റ് ദെയർ. നമ്മളുടെ ആദ്യത്തെയും മികച്ച സുഹൃത്തുമായ ഡോക്ടർ സിൽക്കോർത്തിന് അവിടെ എത്താൻ കഴിഞ്ഞിരുന്നില്ല. ബട്ട് ഹിസ് അസോസിയേറ്റ് അറ്റ് കിൻകർസ്റ്റ് ബുക്കർ ഹോസ്പിറ്റൽ, ന്യൂയോർക്ക്, ഡോക്ടർ മേയർ ടെക്സൺ മോസ്റ്റ് ഏബിളി ഫിൽഡ് ദ ഗ്യാപ്പ്, telling how best the general hospital could relate itself to us. ഇപ്പൊ സിൽക്കോർത്തിന് അവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും എന്നാൽ ന്യൂയോർക്കിലെ നിക്കർ ബേക്കർ ഹോസ്പിറ്റൽ അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ആയ ഡോക്ടർ മേയർ ടെക്സൺ ആ വിടവ്, അല്ലെങ്കിൽ ഡോക്ടർ സിൽക്കോർത്തിന്റെ ആ വിടവ് ഏറ്റവും സമർത്ഥമായി നികത്തി. ജനറൽ ഹോസ്പിറ്റലിന് നമ്മളോട് എത്രമാത്രത്തോളം നന്നായി ബന്ധപ്പെടാമെന്ന് അദ്ദേഹം പറഞ്ഞു. telling the best the general hospital could relate itself to us, എങ്ങനെയാണ് നമ്മളുമായിട്ട് താരതമ്യം ചെയ്യാമെന്ന് പറഞ്ഞു. He clinched his point by a careful description of how during the past 4 years at Knickerbocker 5,000 drunks had been sponsored, proceed and turned loose in AA.
നിക്കർ ബേക്കറിലെ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ, അല്ലെങ്കിൽ നിക്കർ ബേക്കർ എന്ന് പറയുന്ന ആശുപത്രിയിൽ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഏകദേശം 5000 മദ്യപാനികൾ എയിൽ നിന്ന് സ്പോൺസർ ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും അവൻ വളരെ അയഞ്ഞതായി അല്ലെങ്കിൽ മദ്യത്തിൽ നിന്ന് മദ്യം ഉപേക്ഷിക്കുകയും ചെയ്തത് എങ്ങനെയാണെന്ന് സൂക്ഷ്മമായ വിവരണത്തിലൂടെ അദ്ദേഹം തന്റെ പോയിന്റുകൾ ഉറപ്പിച്ചു. തന്റെ പോയിന്റുകൾ അങ്ങനെ പറഞ്ഞാണ് അയാൾ ഉറപ്പിച്ചത്. And this to the great satisfaction of everybody concerned, including the hospital whose board was delegated with the results, and especially liked the fact that its modest charges were invariably paid money on the line. ഇത് ആശുപത്രി ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാവരുടെയും വലിയ സംതൃപ്തിദായകമായ ഫലങ്ങളിൽ അവർ സന്തോഷിക്കുകയും അതിന്റെ മിതമായ നിരക്കുകൾ അല്ലെങ്കിൽ അതിന്റെ ചെലവുകൾ, ആശുപത്രി ചെലവുകൾ സ്ഥിരമായി നൽകപ്പെടുന്നുവെന്ന വസ്തുത പ്രത്യേകം ഇഷ്ടപ്പെടുകയും ചെയ്തു. അതായത് എയിൽ നിന്ന് പലരും സ്പോൺസർ ചെയ്യുകയും അപ്പൊ അവരുടെ ഒരു പുതിയ 5000-ഓളം കുടിയന്മാർക്ക് നമ്മള് മോചനത്തിനുള്ള പാത ഒരുക്കി കൊടുത്തു. അപ്പൊ ചെലവുകൾ എങ്ങനെയാണ് വഹിച്ചതെന്ന് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മോഡസ്റ്റ് ചാർജസ് were invariably paid money on the line. Who had ever heard of 5000 drunks who really paid their bills? 5000 മദ്യപാനികൾ അവരുടെ ബില്ലുകൾ ശരിക്കും അടച്ചതിനെ കുറിച്ച് ആരാണ് കേട്ടിട്ടുള്ളത്? Then Dr. Texan brought us up to the minute on the malady of alcoholism as they see technique Becker. പിന്നെ ഡോക്ടർ ടെക്സൺ ഞങ്ങളെ ആ ധാരണയിലേക്ക് എത്തിച്ചു. നിക്കർ ബേക്കറിൽ അവർ കാണുന്ന മദ്യപാന രോഗത്തെ കുറിച്ചുള്ള ഒരു മിനിറ്റ് ആണ് അദ്ദേഹം തയ്യാറാക്കിയത്. He said it was a definite personality disorder hooked to a physical craving. ശാരീരികമായ ആസ്തിയുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വ്യക്തിത്വ വൈകല്യമാണ് മദ്യാസക്തി എന്ന് അദ്ദേഹം പറഞ്ഞു. That certainly made sense to most of us. അത് തീർച്ചയായും നമ്മിൽ മിക്കവർക്കും മനസ്സിലാകുന്നതാണ്, നമുക്കെല്ലാവർക്കും അർത്ഥവത്താണ്. Dr. Texan threw a heavy scare into prospective slippers. It was that little matter of one's liver. അപ്പോ ഡോക്ടർ ടെക്സൺ വരാനിരിക്കുന്ന സ്ലിപ്പുകളിലേക്ക് പിന്നീട് കനത്ത ഭയം എറിഞ്ഞു. അല്ലെങ്കിൽ പിന്നീട് അദ്ദേഹം സംസാരിച്ചത് സ്ലിപ്പേഴ്സിനെ കുറിച്ചാണ്. സ്കെയർ ആയിട്ടുള്ള, ഹെവി സ്കെയർ ആയിട്ടുള്ള, വളരെ ഭയാനകമായിട്ടുള്ള വീഴ്ചകളെ കുറിച്ചുള്ളതാണ്. അത് ഒരു ഭയം നമ്മളിലേക്ക് എറിഞ്ഞു തന്നു. അത് അദ്ദേഹം പറഞ്ഞത് ഇറ്റ് വാസ് ദാറ്റ് ലിറ്റിൽ മാറ്റർ ഓഫ് വൺസ് ലിവർ. ഒരാളുടെ കരളിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അത് ഒരാളുടെ കരളിന്റെ ഒരു ചെറിയ കാര്യമായിരുന്നു. ലിറ്റിൽ മാറ്റർ ഓഫ് വൺസ് ലിവർ, അതായത് ഒരു ചെറിയ കാര്യമായിരുന്നു. ദിസ് പേഷ്യന്റ് ഓർഗൻ, ഹി സെഡ്, would surely develop hobnails or maybe gallopian cirrhosis if more guzzling went on. അപ്പൊ ഒരു രോഗിയുടെ കരളിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്, സ്ലിപ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. അതായത് ഈ രോഗിയുടെ ഈ അവയവം അല്ലെങ്കിൽ ലിവർ തീർച്ചയായും ഹോപ്നെയിലുകളോ അല്ലെങ്കിൽ ഹലോപ്പിംഗ് സിറോസിസോ വികസിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ സിറോസിസിന്റെ വേർഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഇതിലേക്ക് അത് പോകുമെന്ന് പറഞ്ഞു. ഹി മോർ ഗസ്ലിംഗ് went on. He had a brand new one too about salt water, claiming that every alcohol on the loose had a big salt deficiency. ഈ അഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലാത്ത മദ്യപാനികൾക്ക് വലിയ ഉപ്പിന്റെ കുറവുണ്ടെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തെ കുറിച്ച് ഒരു പുതിയ ആശയം കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് ദാറ്റ് ലിറ്റിൽ മാറ്റർ, അതായത് ക്ലെയിമിംഗ് ദാറ്റ് എവരി ആൽക്കോളിക് ഓൺ ദ ലൂസ് ഹാഡ് എ ബിഗ് സാൾട്ട് ഡെഫിഷ്യൻസി, ഉപ്പിന്റെ കുറവുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഹി ഹാഡ് എ ബ്രാൻഡ് ന്യൂ വൺ ടു സാൾട്ട് വാട്ടർ, ഉപ്പ് വെള്ളം കുടിക്കുന്നതിനെ പറ്റിയും അദ്ദേഹം പറഞ്ഞു. ഒരു പുതിയ ഒരാശയമായിരുന്നു അദ്ദേഹം അവിടെ സമർപ്പിച്ചത്. സാൾട്ട് വാട്ടർ ക്ലെയിമിംഗ് ദാറ്റ് എവരി ആൽക്കോളിക്, ഹെൻസ് ദ ക്രേവിംഗ് ഫോർ ഡ്രിങ്ക്സ്, അതായത് മദ്യാസക്തന് വീണ്ടും കുടിക്കാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ കൂടുതൽ കുടിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ഫിൽ ദ വിക്ടിം വിത്ത് സാൾട്ട് വാട്ടർ, ഹി സെഡ്, ആൻഡ് യു ഹാഡ് ക്വിറ്റ് ഹിം റൈറ്റ് ഡൗൺ. അതായത് ഇരയെ ഉപ്പുവെള്ളം കൊണ്ട് നിറയ്ക്കുക. അയാൾ പറഞ്ഞു, നിങ്ങൾ ഉടനെ അവനെ ശാന്തനായി കാണാൻ പറ്റും. ഓഫ് കോഴ്സ് വി തോട്ട്, വൈ നോട്ട് പുട്ട് ഓൾ ഡ്രിങ്ക്സ് ഓൺ സാൾട്ട് വാട്ടർ ഇൻസ്റ്റെഡ് ഓഫ് ജിൻ. ഞങ്ങൾ അപ്പോൾ ഉടനെ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഉടനെ ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്, എന്തുകൊണ്ട് എല്ലാ മദ്യപാനികളെയും ജിന്നിന് പകരം ഉപ്പുവെള്ളത്തിൽ ഇട്ടുകൂടാ? എങ്കിൽ ലോക മദ്യപ്രശ്നം ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കപ്പെട്ടേക്കാം.
Why not put all drinks on salt water instead of gin? Then the world alcohol problem might be solved overnight. ഒറ്റ രാത്രി കൊണ്ട് മദ്യപാന പ്രശ്നം, ലോകത്തിലെ മദ്യപാന പ്രശ്നം പരിഹരിക്കപ്പെട്ടേക്കാം. ബട്ട് ദാറ്റ് വാസ് അവർ ഐഡിയ, നോട്ട് ഡോക്ടർ ടെക്സൺസ്. പക്ഷേ അത് ഞങ്ങളുടെ ആശയമായിരുന്നു, ഡോക്ടർ ടെക്സണിൻ്റെതല്ല. ടു ഹിം മെനി താങ്ക്സ്. അവന് ഞങ്ങൾ നന്ദി പറയുന്നല്ലേ, അദ്ദേഹത്തിന് വളരെ നന്ദി. About the industrial meeting, വ്യവസായിക മീറ്റിംഗിനെ കുറിച്ച്, ജേക്ക് എച്ച്, US Steel and Dave M. DuPont, both AS led at. ജേക്ക് എച്ചും US Steel ഡേവ് എം ഡ്യൂപോർട്ട്, രണ്ട് എകളാണ് അവരാണ് അതിന്, അതായത് വ്യവസായിക മീറ്റിങ്ങിന്, അല്ലെങ്കിൽ ഇവിടെ നടന്ന വ്യവസായ മീറ്റിങ്ങിന് നേതൃത്വം നൽകിയത്. Both AS led at. Mr. Louis Seltzer, editor of the Cleveland Press, rounded out the sessions and brought down the house. അപ്പോ ക്ലേവ്ലാൻഡ് പ്രസിന്റെ എഡിറ്ററായ ശ്രീ ലൂയിസ് സെൽസർ സെഷൻ പൂർത്തിയാക്കി ഡൗൺ ദ ഹൗസ്, അവിടെ ആ വീട്ടിൽ വന്നു, അല്ലെങ്കിൽ ആ സ്ഥലത്ത് വന്നു. ജേക്ക് ആസ് ആൻ ഓഫീസർ ഓഫ് US Steel told that the company really thought about AA and it was all good. അപ്പൊ US Steelന്റെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ജെയ്ക്ക് എയെ കുറിച്ച് എന്താണ് കമ്പനി ചിന്തിച്ചതെന്നും എല്ലാം നല്ലതായിരുന്നുവെന്നും പറഞ്ഞു. കമ്പനിയിലെ AA ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ജെയ്ക്ക് നോട്ടഡ് ദ ഹ്യൂജ് കളക്റ്റീവ് ഏർണിംഗ്സ് പവർ ഓഫ് സംവെയർ ബിറ്റ്വീൻ $250 million ആനുവലി. പ്രതിവർഷം $1.25 billion ഒരു വലിയ കൂട്ടായ സമ്പാദ്യ ശക്തി അവിടെ ഉണ്ടായതായി ജെയ്ക്ക് ശ്രദ്ധിച്ചു. Instead of being a nerve-wracking drag on society's collective pocketbook, we were now, for the most part, top-grade employable who could contribute a yearly average of $4,000 apiece to our country's well-being. അതായത് ഈ കമ്പനിയില് മധ്യാസക്തരെല്ലാം AA മീറ്റിംഗ് തുടങ്ങി അവരിൽ നിന്ന് കൂടുതൽ ജോലി ചെയ്യിപ്പിച്ച് അവർ പറയുന്നത് ധാരാളം പണം ഉണ്ടാക്കാൻ സാധിച്ചു, എല്ലാം നല്ലതായിരുന്നു. പ്രതിവർഷം $1.25 billion വലിയ കൂട്ടായ സമ്പദ് ശക്തി ജയിക്ക് ശ്രദ്ധിച്ചു. സമൂഹത്തിന്റെ ഈ കൂട്ടായ പോക്കറ്റ് ബുക്കിൽ, അല്ലെങ്കിൽ പോക്കറ്റ് ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേഴ്സാണ്, പേഴ്സിൽ ഒരു ഞെരുക്കം ഉണ്ടായതിന് പകരം നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമത്തിനായി പ്രതിവർഷം ശരാശരി $4,000 സംഭാവന ചെയ്യാൻ കഴിയുന്ന ഉയർന്ന ഗ്രേഡ് തൊഴിലാളികളായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നതെന്ന് അവർ പറയുകയാണ്. അപ്പൊ $4,000 വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ദേവ് person man at a DuPont who has a special eye to the company's alcohol problem, related to that the new look on serious drinking had meant to DuPont and its workers of all grades. അപ്പോ കമ്പനിയുടെ മദ്യപാന പ്രശ്നത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്ന ഡേവ് എം ഡ്യൂപോണ്ടിലെ പേഴ്സണൽ മാൻ ഗുരുതരമായ മദ്യപാനത്തിന്റെ പുതിയ രൂപം ഡ്യൂപോണ്ടിന്റെയും അതിന്റെ എല്ലാ ഗ്രേഡുകളിലെയും തൊഴിലാളികളെയും ഉദ്ദേശിച്ചത് എന്താണെന്ന് അവിടെ വിവരിച്ചു. According to Dave, his company believes mightily in AA. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ഡേവിസിന്റെ അഭിപ്രായത്തിൽ, അദ്ദേഹത്തിന്റെ കമ്പനി എയിൽ ശക്തമായി വിശ്വസിക്കുന്നു. By all odds, the most stirring testimony that the industrial seminar was given by editor Louis Seltzer. അപ്പോ വ്യാവസായിക സെമിനാറിലെ ഏറ്റവും ആവേശകരമായ സാക്ഷ്യപത്രം നൽകിയത് എഡിറ്റർ ലൂയിസ് സെൽസർ ആണ്. Mr. Seltzer spoke to us from the viewpoint of an employer, citizen, and the veteran newspaper man. ഒരു തൊഴിലുടമയുടെയും പൗരന്റെയും മുതിർന്ന പത്രപ്രവർത്തകന്റെ വീക്ഷണകോണിൽ നിന്നാണ് മിസ്റ്റർ സെൽസർ ഞങ്ങളോട് സംസാരിച്ചത്. It was about the most moving expressions of utter confidence in Alcoholics Anonymous we had ever heard. ആൽക്കോളിക്സ് അനോണിമസ് എന്നതിൽ ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചലിക്കുന്ന ആത്മവിശ്വാസത്തിന്റെ പ്രകടനത്തെ കുറിച്ചായിരുന്നു അത്. It was almost too good. Its implications brought us a little dismay. How could we fairly believe ever measure up to Mr. Seltzer's high hope for our future? We began to wonder if the AA reputation wasn't getting far better than its actual character. അപ്പം ആൽക്കോളിക്സ് അനോണിമസ് എന്നതിൽ ഞങ്ങൾ ഇതുവരെ കേട്ടിൽ വെച്ച ഏറ്റവും ചലിക്കുന്ന ആത്മവിശ്വാസത്തിന്റെ പ്രകടനത്തെ കുറിച്ചായിരുന്നു അയാൾ സംസാരിച്ചത്. ഇത് ഏറെക്കുറെ മികച്ചതായിരുന്നു. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഞങ്ങളെ അല്പം നിരാശരാക്കിയെങ്കിലും നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള മിസ്റ്റർ സെൽസറിന്റെ ഉയർന്ന പ്രതീക്ഷയുമായി നമുക്ക് എങ്ങനെ തെറ്റുപറ്റുന്ന ഏകൾ അളക്കാനാകും?
എ പ്രശസ്തി അതിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കാൾ മെച്ചമല്ലേ എന്ന് ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. We began to wonder if its AI report wasn't getting far better than its actual character. Next. അടുത്തതായി came the wonderful session on prison. ജയിലുകളെ കുറിച്ചുള്ള ഒരു അത്ഭുതകരമായ സെക്ഷനാണ് ക്ലേവ്ലാൻഡിൽ നടന്നത്. അവർ ഗ്രേറ്റ് ഫ്രണ്ട് വാർഡൻ ക്ലിന്റൺ ഡ്യൂഫി ടോൾഡ് ദ സ്റ്റാർട്ട്ലിംഗ് സ്റ്റോറി ഓഫ് അവർ ഒറിജിനൽ ഗ്രൂപ്പ് അറ്റ് സാൻ ക്വിന്റൈൻ. അപ്പൊ ജയിലുകളെ കുറിച്ചുള്ള അത്ഭുതകരമായ സെഷൻ എന്ന് ഞങ്ങളുടെ വലിയ സുഹൃത്ത് വാർഡനായിരുന്ന ക്ലിന്റൺ ഡഫിയാണ് അത് നയിച്ചത്. സാൻ ക്വിന്റനിലെ ഞങ്ങളുടെ യഥാർത്ഥ ഗ്രൂപ്പിന്റെ ഞെട്ടിപ്പിക്കുന്ന കഥ അയാൾ പറഞ്ഞു. His account of AI's 5-year history there had a moving prelude. എയുടെ 5 വർഷത്തെ ചരിത്രത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിവരണത്തിന് ഒരു ചലിക്കുന്ന ആമുഖമുണ്ടായിരുന്നു. We heard a recording soon for radio release that thrillingly dramatized an actual incident of AI life within the walls. അതായത് ഭിത്തികൾക്കുള്ളിലെ അല്ലെങ്കിൽ ജയിൽ ഭിത്തികൾക്കുള്ളിലെ ജീവിതത്തിന്റെ ഒരു യഥാർത്ഥ സംഭവത്തെ ആവേശകരമായി നാടകീയമാക്കിയ ഒരു റെക്കോർഡിംഗ് റേഡിയോ റിലീസിനായി അല്ലെങ്കിൽ റേഡിയോ വഴി ഞങ്ങൾ കേട്ടു. റെക്കോർഡിംഗ് സൂൺ ഫോർ റേഡിയോ റിലീസ്, റേഡിയോ പുറത്തുവിട്ട ദാറ്റ് ത്രില്ലിംഗ്ലി ഡാമേജ് ആൻ ആക്ച്വൽ ഇൻസിഡന്റ് ഓഫ് ലൈഫ് വിത്തിൻ ദ വാൾസ്. അതായത് ജയിലുകൾക്കുള്ളിലെ ഒരാളുടെ കഥ ഞങ്ങൾ കേട്ടു. An alcoholic prisoner reacts bitterly to his confinement and develops amazing ingenuity in finding and drinking alcohol. ഒരു മദ്യപാനിയായ തടവുകാരൻ തന്റെ തടവിനോട് കയ്പോടെ പ്രതികരിക്കുകയും മദ്യം കണ്ടെത്തുകയും കുടിക്കുന്നതിൽ അതിശയകരമായ ചാതുര്യം വികസിപ്പിക്കുകയും ചെയ്യുന്നു. Soon he becomes too ingenious. പിന്നെ വളരെയധികം താമസിയാതെ അവൻ വളരെ മിടുക്കനായി തീരുന്നു. In the present paint shop he discovers a promising fluid which he shares with his fellow alcoholics. ജയിലിലെ പെയിന്റ് കടയിൽ നിന്ന് അവൻ തന്റെ സഹമദ്യപാനികളുമായി പങ്കിടുന്ന ഒരു നല്ല ദ്രാവകം കണ്ടെത്തിയിരിക്കുന്നു. ഇറ്റ് വാസ് ഡെഡ്ലി പോയിസൺ. യഥാർത്ഥത്തിൽ ആ ദ്രാവകം മാരകമായ വിഷമായിരുന്നു. ഹാരോവിംഗ് ഹവേഴ്സ് ഫോളോഡ് ഡ്യൂറിംഗ് വിച്ച് സെവറൽ ഓഫ് ദം ഡെഡ്. മാരക വിഷമായിരുന്നു അത്. വേദനാജനകമായ മണിക്കൂറുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് അവരിൽ പലരും മരിച്ചു വീണു. The whole prison was tense as the fatalities continued to mount. മരണങ്ങൾ വർദ്ധിച്ചതോടെ ജയിലിലാകെ സംഘർഷഭരിതമായി. Nothing but a quick blood transfusion could save those still lives. ഈ സമയത്ത് അവിടെ ജീവിച്ചിരുന്നവരിൽ മരണങ്ങൾ വർദ്ധിച്ചതോടെ പെട്ടെന്നുള്ള പകർച്ചയല്ലാതെ അല്ലെങ്കിൽ രക്തം മാറ്റുക എന്നല്ലാതെ മറ്റൊന്നിനും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരെ അവിടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയാണ് അവർ പെട്ടെന്ന് ജീവിച്ചിരുന്നവരെ പോലും രക്ഷിച്ചത്. ബാക്കി എല്ലാവരും വളരെ പെട്ടെന്ന് മരിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് ദ സൺ കർട്ടൻ എ ഗ്രൂപ്പ് വോളണ്ടിയർലി instantly and spent the rest of that long night giving of themselves as they had never given before. ഈ സമയത്ത് സാൻ ക്വിന്റനിലെ എ ഗ്രൂപ്പ് അവിടെ പ്രവർത്തിക്കാനായിട്ട് തൽക്ഷണ സന്നദ്ധത പ്രകടിപ്പിച്ചു. ആ നീണ്ട രാത്രിയിൽ അവർ മുമ്പൊരിക്കലും നൽകിയിട്ടില്ലാത്ത വിധം തങ്ങളെ തന്നെ സേവനത്തിനായി നൽകി. AI hadn't been any too popular, but New Prison's moral hit an all-time high and stayed there. അത്ര ജനപ്രിയമായിരുന്ന സമയമായിരുന്നില്ല അത്. എന്നാൽ ഇപ്പോൾ ജയിലിലെ മനോവീര്യം എക്കാലത്തെ ഉയർന്ന നിലയിലെത്തി അവിടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. Many of the survivors joined up. The first prison group had made its mark. They had come to San Quentin to stay. രക്ഷപ്പെട്ടവരിൽ, അതായത് ദ്രാവകം കഴിച്ച് മരിക്കാതെ രക്ഷപ്പെട്ടതിൽ പലരും എയിൽ ചേർന്നു. ആദ്യത്തെ ജയിലിലെ ഗ്രൂപ്പ് അതിന്റെ മുദ്ര പതിപ്പിച്ചിരിക്കുന്നു. അവിടെ സാൻ ക്വിന്റൻ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഹാഡ് കം ടു സാൻ ക്വിന്റൻ ടു സ്റ്റേ. സാൻ ക്വിന്റൻ ജയിലിൽ താമസിക്കാൻ തുടങ്ങി. വാർഡൻ ഡഫി then spoke. വാർഡൻ ഡഫി പിന്നീട് തുടർന്ന് സംസാരിച്ചു. Apparently we folks on the outside know nothing of prison sales resistance. പ്രത്യക്ഷത്തിൽ നമുക്ക് പുറത്തുള്ള ആളുകൾക്ക് ജയിലിലെ വിൽപ്പനയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ വിൽപ്പന നമ്മുടെ എയുടെ കാര്യങ്ങള് അവിടെ വിൽപ്പന നടത്തുന്ന പ്രതിരോധത്തെ കുറിച്ച് ശരിക്കും ഒന്നും അറിയില്ല. The skepticism of San Quentin prisoners and keepers alike had been tremendous. സാൻ ക്വിന്റൻ തടവുകാരുടെയും സൂക്ഷിപ്പുകാരുടെയും സംശയം വളരെ വലുതായിരുന്നു. They thought AI must be a racket. പ്രത്യക്ഷത്തിൽ AI ഒരു റാക്കറ്റ് ആയിരിക്കുമെന്ന് അവർ കരുതി. They thought AI must be a racket or maybe a crackpot religion.
ഒന്നില്ലെങ്കിൽ ഒരു റാക്കറ്റാണ്, അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വിള്ളലുണ്ടാക്കുന്ന ഒരു മതമാണെന്നാണ് അവർ വിചാരിച്ചത്. ക്രാക്ക് പോട്ട് റിലീജിയൻ അല്ലെങ്കിൽ പൊട്ടിച്ചെറിയ അവര് മതമായിരിക്കുമെന്നാണ് അവർ വിചാരിച്ചത്. Then objected to the prison board by tempt providence by freely mixing prisoners with outsiders, alcoholic women especially. മതമായിരിക്കുമെന്നാണ് വിഷയം. പിന്നെ ജയിൽ ബോർഡ് അതിനെ എതിർത്തു. തടവുകാരെ പുറത്തുനിന്നുള്ളവരുമായി, പ്രത്യേകിച്ച് മദ്യപാനികളായ സ്ത്രീകളുമായി സ്വതന്ത്രമായി കലർത്തി പ്രൊവിഡൻസിനെ പ്രലോഭിപ്പിക്കുന്ന എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ തുടങ്ങി. അതായത് വൈ ടെംപ്റ്റ് പ്രൊവിഡൻസ്, അവിടെ താമസിക്കുന്നത്, ബൈ ഫ്രീലി മിക്സിംഗ് പ്രിസണേഴ്സ് വിത്ത് ഔട്ട്സൈഡേഴ്സ്, പുറത്തുനിന്നുള്ള ആൽക്കഹോളിക് വുമണുകളൊക്കെ ആയിട്ട്, അതായത് അവിടെ സ്ത്രീജനങ്ങളൊക്കെ പോകും മേയുന്നു. അപ്പൊ അവരുമായിട്ട് എന്തിനാണ് അവരുമായിട്ട് കൂട്ടിക്കുഴപ്പിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ബെഡ്ലാം വുഡ് ബി അൺലൂസ്ഡ്, ബെഡ്ലാം അഴിച്ചു മാറ്റപ്പെടും. ബെഡ്ലാം വുഡ് ബി അൺലൂസ്ഡ്, അല്ലെങ്കിൽ ബെഡ്ലാം അവരുടെ ഇതുള്ള അലാം അഴിച്ചു മാറ്റപ്പെടും. ബട്ട് അവർ ഫ്രണ്ട്സ് ദ വാർഡൻ സംഹൗ ഡീപ്ലി കൺവിൻസ്ഡ് ഇൻസിസ്റ്റഡ് ഓൺ എ. പക്ഷേ എന്നാൽ നമ്മളുടെ സുഹൃത്തായ വാർഡൻ എങ്ങനെയോ ആഴത്തിൽ എ ബോധ്യപ്പെട്ടു, അവൻ നിർബന്ധിച്ചു. To this day, he said, not a single prison rule has ever been broken at an AA meetings. Though hundreds of gatherings have been attended by hundreds of prisoners with almost no watching at all, hardly needed is that a solitary sympathetic guard who sits in the back row. വാർഡന് ശരിക്കും ബോധ്യപ്പെട്ടു, അവൻ നിർബന്ധിച്ചു. നാളിതുവരെയായിട്ടും ഒരു മീറ്റിങ്ങിലും മീറ്റിംഗിൽ വന്ന ഒരാൾ പോലും ജയിൽ ചാട്ടം പോലെയുള്ള ഒരു നിയമലംഘനവും നടത്തിയിട്ടില്ല. നൂറുകണക്കിന് സമ്മേളനങ്ങളിൽ നൂറുകണക്കിന് തടവുകാർ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും വലിയ നിരീക്ഷണങ്ങളൊന്നുമില്ല. പിന്നിലെ നിരയിലിരിക്കുന്ന ഏകാന്തനായ അനുകമ്പയുള്ള കാവൽക്കാരനെ നമ്മൾക്കധികം ആവശ്യമായി വന്നിട്ടില്ല. അതായത് മീറ്റിംഗിന്റെ ഏറ്റവും പുറകില് കാവലിരിക്കുന്ന കാവൽക്കാരനെ പോലും നമുക്ക് മീറ്റിംഗിൽ അധികം ആവശ്യം വന്നിട്ടില്ല. The warden added that most hardly is that solitary. അതിൽ നമ്മുടെ മീറ്റിംഗിന്റെ പുറകിൽ ഒരു കാവൽക്കാരൻ ഇരിക്കാറുണ്ട്, സിമ്പത്തറ്റിക് ഗാർഡ് who sits in the background. അയാളെ നമുക്ക് അധികം ആവശ്യം വന്നിട്ടില്ല. അടുത്ത ഭാഗം. The warden added that most prison authorities throughout the United States and Canada today share his views of Alcoholics Anonymous. ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെയും കാനഡയിലും ഒട്ടുമിക്ക ജയിൽ അധികാരികളും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന തന്റെ വീക്ഷണങ്ങൾ പങ്കുവെക്കുന്നുണ്ടെന്ന് വാർഡൻ കൂട്ടിച്ചേർത്തു. Hitherto 80% of paroled alcoholic prisoners had to be scooped up and taken back to jail. അതായത് തന്റെ വീക്ഷണങ്ങൾ കാനഡയിലും യുണൈറ്റഡ് സ്റ്റേറ്റിലും ഒട്ടുമിക്ക ജയിലധികാരികളും ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ടെന്നും ഇതുവരെ പരോൾ ലഭിച്ച 80% മദ്യാസക്തരും 80% paroled alcoholic prisoners had to be scooped up and taken back to jail. അതുവരെ 80% ആളുകളും പുറത്തേക്ക് പരോള് കിട്ടി പോകുന്നവരെല്ലാം പിന്നീട് ജയിലിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. Many institutions now report that this percentage has dropped to 1/2, even 1/3 of what it used to be. അതായത് 80% പുറത്തേക്ക് പോകുന്ന മദ്യാസക്തരായ ആളുകൾ 80% പുറത്ത് വീണ്ടും എന്തെങ്കിലുമൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഈ ശതമാനം മുമ്പുണ്ടായിരുന്നതിന്റെ 1/3 പോലും കുറഞ്ഞതായി പല സ്ഥാപനങ്ങളും പല ജയിലധികാരികളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് 1/3, 1/3 കുറഞ്ഞു എന്ന്. വാർഡൻ ഡഫി ഹാഡ് ട്രാവൽഡ് 2000 miles to be with us at Cleveland. വാർഡൻ ഡഫി 2000 മൈലുകൾ സഞ്ചരിച്ച് ക്ലീവ്ലാൻഡിൽ ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു. We soon saw why. He came because he is a great human being. Once again, we sat and wonder how far our reputation had got ahead of our character. 2000 മൈലുകൾ സഞ്ചരിച്ച് ക്ലീവ്ലാൻഡിലെ നമ്മുടെ കൺവെൻഷനിൽ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അയാൾ വന്നത്? ഞങ്ങൾ ഉടനെ അയാളെ കണ്ടു. മഹാനായ മനുഷ്യനായതുകൊണ്ടാണ് അയാൾ വന്നത്. ഒരിക്കൽ കൂടി ഞങ്ങൾ ഇരുന്നു. ഞങ്ങളുടെ പ്രശസ്തി ഞങ്ങളുടെ സ്വഭാവത്തെക്കാൾ എത്രത്തോളം ഉയർന്നുവെന്ന് ചിന്തിച്ചു. Naturally, we men folk couldn't go to the meetings of the alcoholic woman, but we make no doubt they are devised to combat the crushing stigma that still rests on those poor women who hit the bottle. സ്വാഭാവികമായും ഞങ്ങൾ പുരുഷന്മാർക്ക് മദ്യപാനികളായ സ്ത്രീകളുടെ മീറ്റിംഗിൽ പോകാൻ കഴിഞ്ഞില്ല.
but we make no doubt they devised ways to combat the crushing stigma and still rest on their poor woman who hit the bottle. പക്ഷേ കുപ്പിയിൽ തട്ടി ജീവിതം നഷ്ടപ്പെട്ട സ്ത്രീകളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ക്രഷിംഗ് സ്റ്റിഗ്മയെ ചെറുക്കാനുള്ള വഴികൾ അവർ ആവിഷ്കരിച്ചുവെന്ന് ഞങ്ങൾക്ക് സംശയമില്ല. പാവപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീകള് ഈ ബോട്ടിൽ തട്ടി മറിഞ്ഞു പോകുന്ന സ്ത്രീകള് അവരുടേതായ ഒരു വഴിയിലൂടെ കാരണം രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ സംശയമില്ല. Perhaps to our ladies had debated how to keep the occasional big hard wolf at a respectful distance. ചിലപ്പോൾ നമ്മുടെ സ്ത്രീകളും ഇടയ്ക്കിടെ വലിയ ഈ ചീത്തയായിട്ടുള്ള ചെന്നായകളെ എങ്ങനെ മാന്യമായ അകലത്ത് നിർത്താമെന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാകാം. ഒരുപക്ഷെ നമ്മളില് perhaps to our ladies had debated അവർ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്തിട്ടുണ്ട് how to keep the occasional big bad wolf. വളരെ മോശപ്പെട്ട ഈ ബാഡ് വോൾഫിനെ ഈ ചെന്നായകളെ at a respectful ബഹുമാനാർത്ഥം എങ്ങനെ അകറ്റി നിർത്തണമെന്ന് അവർ പഠിച്ചിട്ടുണ്ടാകും. But no, the AI sister transcribing this piece crisply assuring me nothing of the sort of we discussed. പക്ഷെ ഇല്ല, ഇത്തരം ഭാഗങ്ങളൊന്നും ഈ പറയുന്ന ആൽക്കോളിക്സ് അനോണിമസിലെ നമ്മുടെ സഹോദരിമാര് ഈ തരത്തിലൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പ് നൽകുന്നു. അതായത് സ്ത്രീകളെ അല്ലെ പുരുഷന്മാര് സ്ത്രീകളുടെ മീറ്റിംഗിൽ പോകാറില്ല എന്ന് പറഞ്ഞതിന് അദ്ദേഹം പറയുന്നതാണ്. ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ അവരങ്ങനെ ചെയ്തിട്ടില്ല. എ വണ്ടർഫുള്ളി കൺസ്ട്രക്റ്റീവ് മീറ്റിംഗ് ഷീ സേസ് ഇറ്റ് വാസ്. അപ്പോ അതിശയകരമാവിധം ക്രിയാത്മകമായ ഒരു മീറ്റിംഗ് ആയിരുന്നു അത്, അവൾ പറയുന്നു. ആൻഡ് അബൌട്ട് 500 അറ്റൻഡ്, ഏകദേശം 500 പേര് അതിൽ പങ്കെടുത്തു. ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്, ഒന്ന് ചിന്തിച്ചു നോക്കൂ. എ വാസ് 4 years old ബിഫോർ വി കുഡ് സോബർ അപ്പ് ഈവൻ വൺ. നമുക്ക് 4 വർഷം എടുത്തു ഒരാളെങ്കിലും എക്ക് 4 വയസ്സായിരുന്നു ഒരാളെ പോലെയെങ്കിലും ശാന്തമാക്കാൻ. പക്ഷെ ലൈഫ് 4 years old before we could solve one. Life for the alcoholic woman is no sinecure. മദ്യപാനിയായ ഒരു സ്ത്രീക്ക് ജീവിതം സുരക്ഷിതമല്ല. Nor were other special suffers overlooked, such as paid intergroup secretaries, plain everyday secretaries, our newspaper editors, and the wives and the husbands of alcoholics, sometimes known as poor or forgotten people. I am sure the secretaries concluded that though sometimes unappreciated, they still loved every moment of their work. What the editors desired, I haven't learned, judging from their telling affairs over the years. It is altogether probable they came up with many an ingenious idea. നമ്മുടെ ശമ്പളം വാങ്ങുന്ന ഇന്റർഗ്രൂപ്പ് സെക്രട്ടറിമാരെ പ്ലെയിൻ ആയിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഡെയിലി നമ്മുടെ ഗ്രൂപ്പിനെ നയിക്കുന്ന സെക്രട്ടറിമാര്, ഞങ്ങളുടെ ന്യൂസ് പേപ്പർ എഡിറ്റർമാര്, മദ്യപാനികളുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും, ചിലപ്പോൾ നമ്മളെ തന്നെ മറന്ന ആളുകൾ എന്ന് വിളിക്കപ്പെടുന്ന മറ്റ് പ്രത്യേക രോഗികളും അവഗണിക്കപ്പെട്ടില്ല. ചിലപ്പോഴൊക്കെ വിലമതിക്കുമെങ്കിലും അവരുടെ ജോലിയുടെ ഓരോ നിമിഷവും അവർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുവെന്ന് സെക്രട്ടറിമാർ നിഗമനം ചെയ്തുവെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എഡിറ്റർമാർ എന്താണ് തീരുമാനിച്ചത് എന്ന് ഞാൻ പഠിച്ചിട്ടില്ല. വർഷങ്ങളായുള്ള അവരുടെ പ്രയത്നങ്ങൾ വിലയിരുത്തിയാൽ അവർ വളരെ സമർത്ഥമായ ഒരു ആശയം കൊണ്ടുവന്നിട്ടുണ്ടാകാം. Everybody agreed that the wives and husbands meeting was an eye opener. ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും കൂടിക്കാഴ്ച ഒരു കണ്ണു തുറപ്പിക്കുന്നതാണെന്ന് എല്ലാവരും സമ്മതിച്ചു. Some recalled how Aeneas in the Acron early days had been boon companion and advisor to distraught wives. അക്രോണിന്റെ ആദ്യ നാളുകളിൽ ആനിയസ് എന്ന് പറയുന്ന ഡോക്ടർ ബോബിന്റെ ഭാര്യയായ ആനിയസ് വിഷാദ രോഗികളായ ഭാര്യമാരുടെ കൂട്ടാളിയും ഉപദേശകയായി മാറിയെന്നത് ചിലർ അനുസ്മരിച്ചു. She clearly saw alcoholism as a family problem. അവൾക്ക് വ്യക്തമായി കണ്ടു മദ്യപാനം ഒരു കുടുംബ പ്രശ്നമായി. അവൾ വ്യക്തമായി കണ്ടു. Meanwhile, we went all out on the work of sobering up incoming alkies by the thousands. അതിനിടയിൽ ആയിരക്കണക്കിന് വരുന്ന ആൽക്കികളെ ശാന്തമാക്കാനുള്ള ജോലിയിൽ ഞങ്ങൾ ഏയകൾ മുഴുവനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. Our good wives seemed entirely lost in that prodigious shuffle. ഞങ്ങളുടെ നല്ല ഭാര്യമാർ അത്ഭുതകരമായ മാറ്റത്തിൽ പൂർണ്ണമായും ഞങ്ങളെ നഷ്ടപ്പെട്ടതായി തോന്നി. Lots of the newer localities held closed meetings only. It looked like A was going exclusive. പുതിയ പ്രദേശങ്ങളിൽ പലതും ക്ലോസ്ഡ് മീറ്റിങ്ങുകൾ മാത്രം നടത്തി.
എക്സ്ക്ലൂസീവായി പോകുന്നതായി തോന്നി, അല്ലെങ്കിൽ ആരെയും ഉൾപ്പെടുത്താത്തതായി തോന്നി. It looked like AI was going exclusive, but of late this trend has wiped out about. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രവണതയ്ക്ക് കുറച്ച് മാറ്റമുണ്ടായി. More and more our partners have been taking the 12 steps into their own lives. പിന്നെ കൂടുതൽ ഞങ്ങളുടെ പങ്കാളികൾ സ്വന്തം ജീവിതത്തിലേക്ക് 12 പടികൾ എടുക്കാനായി തീരുമാനിച്ചു. As proof witness the 12 step work they are doing with the wives and husbands of newcomers. Not well, those wives meetings now spring up everywhere. അവര് സ്വന്തം പങ്കാളികൾ, നമ്മളെ പങ്കാളികൾ കൂടുതലായി 12 പടികൾ അവരുടെ ജീവിതത്തിൽ എടുക്കാൻ തുടങ്ങി. തെളിവായി പുതുമുഖങ്ങളുടെ ഭാര്യമാരോടും അല്ലെങ്കിൽ പുതുമുഖങ്ങളായിട്ട് വരുന്ന സ്ത്രീകളുടെ ഭർത്താക്കന്മാരോടും, അപ്പൊ അവർ ചെയ്യുന്ന 12-ാം പടി ജോലിക്ക് സാക്ഷ്യം വഹിക്കുക. ഭാര്യമാരുടെ മീറ്റിങ്ങുകൾ ഇപ്പോൾ എല്ലായിടത്തും ഉയർന്നു വരുന്നത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവരുടെ ഒരു ഗാദറിങ് അറ്റ് മീറ്റിംഗ് നൗ സ്പ്രിംഗ് അപ്പ് എവരിവെയർ. എല്ലായിടത്തും അത്തരം ഭാര്യമാരുടെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ഇപ്പൊ ഭാര്യയാണ് മദ്യപാന രോഗിയെങ്കിൽ ഭർത്താവിന്റെ, അല്ലെങ്കിൽ ഭർത്താവാണ് മദ്യപാന രോഗിയെങ്കിൽ ഭാര്യമാരും ആ ഗ്രൂപ്പിൽ പോകാൻ തുടങ്ങി. അറ്റ് ദെയർ ക്ലേവ്ലാൻഡ് ഗ്യാദറിംഗ് ദേ ഇൻവൈറ്റഡ് us alcoholists to listen. അവിടുത്തെ ക്ലേവ്ലാൻഡ് മീറ്റിംഗിൽ വെച്ച് ഒത്തുചേരലിൽ അവർ മദ്യപാനായ ഞങ്ങളെ അവരുടെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചു, കേൾക്കാൻ വേണ്ടി ക്ഷണിച്ചു. Invited. Many as a skeptic left that session convinced that our forgotten ones really had something. As one Lalki put it, the deep understanding and spirituality I felt in that wife meetings was something out of this world. നമ്മളെ മറന്നു, അല്ലെങ്കിൽ നമ്മളെ പറ്റി മറന്നുപോയെന്ന് ശരിക്കും വിചാരിച്ചിരുന്ന അവർക്ക് എയെ പറ്റി നിരവധി ബോധ്യമുണ്ടായി എന്ന് നമ്മുടെ തന്നെ സംശയരോഗികൾ അല്ലെങ്കിൽ സന്ദേഹവാദികളായ ആളുകൾ പറഞ്ഞു. അത് നമ്മുടെ കൂട്ടത്തിലെ ഒരു മധ്യസ്ഥൻ പറഞ്ഞതുപോലെ, ഭാര്യമാരുടെ മീറ്റിംഗിൽ എനിക്ക് തോന്നിയ ആഴത്തിലുള്ള ആത്മീയതയെക്കുറിച്ചുള്ള ധാരണയും ആഴത്തിലുള്ള ഇതിന്റെ മനസ്സിലാക്കലുകളും ഈ ലോകത്തിന് പുറത്തു നിന്നുള്ള ഒന്നായിരുന്നു. സംതിങ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. അതായത് അവരുടെ എയുടെ ഉള്ളിൽ നിന്നും വ്യത്യസ്തമായി പുറത്തുനിന്നൊരു ലോകത്തുനിന്നായിരുന്നു എന്ന് അവർക്കുണ്ട്. ഫാർ ഫ്രം ഇറ്റ്, അതിൽ നിന്ന് വളരെ അകലെ. ദ ക്ലേവ്ലാൻഡ് കോൺഫറൻസ് വാസ് ഇൻ ഓൾ മീറ്റിംഗ്സ്. ക്ലേവ്ലാൻഡ് കോൺഫറൻസ് എല്ലാ മീറ്റിങ്ങുകളും. ക്ലേവ്ലാൻഡ് കോൺഫറൻസ് വാസ് ഇൻ ഓൾ മീറ്റിംഗ്സ്. ടേക്ക് ദാറ്റ് ബാങ്കറ്റ് ഫോർ എക്സാമ്പിൾ. മീറ്റിങ്ങുകൾ മാത്രമായിരുന്നില്ല ക്ലേവ്ലാൻഡിൽ. ഉദാഹരണത്തിന് ആ വിരുന്ന് നോക്കുക. The original blueprint called for enough dinners to fill the rainbow room of Hotel Carter. ഞാൻ വിരുന്നിനെ പറ്റി പറയണോ? യഥാർത്ഥ ബ്ലൂ പ്രിന്റ് ഹോട്ടൽ കാർട്ടറിന്റെ റെയിൻബോ റൂം നിറയ്ക്കാൻ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നവരെ വിളിച്ചിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ദ ഒറിജിനൽ ബ്ലൂ പ്രിന്റ് കോൾഡ് ഫോർ, അതായത് നമ്മുടെ ക്ഷണപത്രത്തിൽ എല്ലാവരെയും റെയിൻബോ റൂമിൽ വന്നിട്ട് ഹോട്ടൽ കാർട്ടറിൽ റെയിൻബോ പട്ട് ദ ഡിന്നേഴ്സ് ഡിഡ് മച്ച് ബെറ്റർ. അപ്പം ഭക്ഷണത്തിനായി വിളിച്ചിരുന്നു. പക്ഷെ ആ അത്താഴം വളരെ മെച്ചപ്പെട്ടു. എന്നാൽ ഭക്ഷണം കഴിയുന്ന കൂടുതൽ മെച്ചപ്പെട്ടു, അല്ലെങ്കിൽ അത്താഴ വിരുന്ന് നന്നായി മെച്ചപ്പെട്ടു. വിരുന്നുകാർ ദ ബങ്കറ്റേഴ്സ് ക്വിക്ലി ഓവർഫ്ലോഡ് ദ ബോൾ റൂം. അതായത് ബോൾ റൂമിൽ വിരുന്നുകാർ പെട്ടെന്ന് നിറഞ്ഞു. ഫൈനലി ദ കാർട്ടർ കോഫി ഷോപ്പ് ആൻഡ് പെറ്റിയറ്റ് കഫേ ഹാഡ് ടു ബി ക്ലിയർഡ് ഫോർ ദ സർജിങ് സെലിബ്രൻസ്. അപ്പൊ വിരുന്നുകാർ പെട്ടെന്ന് ബാൾ റൂമിൽ നിറഞ്ഞുകൊണ്ട് ഒടുവിൽ കാർട്ടർ കോഫി ഷോപ്പും പെറ്റിറ്റ് കഫേയും പെട്ടെന്ന് തന്നെ കുതിച്ചു വരുന്ന സെലിബ്രിറ്റികൾക്കായി ക്ലിയർ ചെയ്യേണ്ടി വന്നു. അതായത് മറ്റുള്ളവരെ മാറ്റിയിട്ട് നമ്മൾക്ക് വേണ്ടി അത് ഓപ്പൺ ചെയ്തു തന്നു. 2 orchestras were drafted on our file. Entertainers found they had to play their acts twice, both upstairs and down. അപ്പോൾ 2 ഓർക്കസ്ട്രകൾ ഡ്രാഫ്റ്റ് ചെയ്തു. ഞങ്ങളുടെ മികച്ച എന്റർടൈനർമാർ, അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് മ്യൂസിക് ഉണ്ടായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ മുകളിലത്തെ നിലയിലും താഴത്തെ നിലയുമായി 2 തവണ പ്ലേ ചെയ്യേണ്ടതായി കണ്ടെത്തി. ടോയ്സ് ബോത്ത് അപ്സ്റ്റേഴ്സ് ആണ്. ഇപ്പൊ മുകളിലും താഴെയായിട്ട് 2 തവണ അവര് ഓർക്കസ്ട്രകൾ പ്ലേ ചെയ്തു. Though nobody turned up tight, you should have heard those AA sings. ആ ഏകൾ പാടുന്നത് നിങ്ങൾ കേൾക്കണം.
though nobody turned up tight, you should have heard those AI things. ആ AI നിങ്ങൾ പാടുന്നത് നിങ്ങൾ കേൾക്കണം. Slap happy, they were and why not. അവർ കൈകൾ കൂട്ടിയടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അങ്ങനെ വൈ നോട്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? Yet a serious undertone crept as we tossed the absent ones. Yet a serious undertone crept in as we tossed the absent one. അപ്പോ അവിടെ ഹാജരാകാത്തവർക്ക് അല്ലെങ്കിൽ അവിടെ വരാത്തവർക്ക് ഇതൊരു വലിയ ഗുരുതരമായ നഷ്ടമായി മാറി. We were first reminded of the absent by the AA from the Marshall Islands, who thought all alone out there still claimed his group had 3 members, to wit, Good God, the book, Alcoholism, and me. The first leg of his 7,000-mile journey to Cleveland had finished at Hawaii, whence with great care and refrigerations he had brought in a cluster of floral tributes, those lies for which the islands are famous. One of these was sent by the AA leapers at Molokai, those isolated AAs who will always be of us yet never with us. മാർഷൽ ദ്വീപുകളിൽ നിന്നുള്ള ആ എയുടെ അസാന്നിധ്യമാണ് ഞങ്ങളെ ആദ്യം ഓർമ്മിച്ചത്. അവിടെ ഒറ്റയ്ക്കാണെങ്കിലും തന്റെ ഗ്രൂപ്പിൽ 3 അംഗങ്ങളുണ്ടെന്ന് ഇപ്പോഴും അയാൾ അവകാശപ്പെട്ടു. ദൈവവും ആൽക്കോളിസ് അനോണിമസ് എന്ന പുസ്തകവും പിന്നെ ഞാനും. അതായത് ദൈവമുണ്ട്, ആൽക്കോളിസ് പുസ്തകമുണ്ട്, പിന്നെ ഞാനും. അതാണ് ആ ദ്വീപിലുണ്ടായിരുന്നത്, മാർഷൽ ദ്വീപിലുണ്ടായിരുന്നത്. ക്ലേവ്ലാൻഡിലേക്കുള്ള 7000 മൈൽ യാത്രയുടെ ആദ്യ പാദം ഹവായിൽ അവസാനിച്ചു. അവിടെ നിന്ന് വളരെ ശ്രദ്ധയോടും ശീതീകരണത്തോടും കൂടി അദ്ദേഹം ഒരു കൂട്ടം പുഷ്പാഞ്ജലികൾ കൊണ്ടുവന്നു. ആ ദ്വീപുകൾ പ്രശസ്തമാണ്. ഇതിലൊന്ന് മെലോക്കായിലെ AA കുഷ്ഠരോഗികൾ അയച്ചതാണ്. ആ ഒറ്റപ്പെട്ട AAകൾ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും, എന്നാൽ ഒരിക്കലും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും, എന്നാൽ അവിടെ ക്ലീവ്ലാൻഡിൽ ഉണ്ടായിരുന്നില്ല. Those isolators who will always be us, yet never with us. പക്ഷെ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. We swallowed hard too when we thought Dr. Bob alone at home, gravely ill. വീട്ടിൽ തനിച്ചായിട്ടിരിക്കുന്ന ഡോക്ടർ ബോബിനെ കുറിച്ച് ഓർത്തപ്പോൾ ഞങ്ങൾ കഠിനമായി വിഷമിച്ചു. One toast of the evening was to another AA who more than anything wanted to be at Cleveland when we came of age. ഞങ്ങൾ പ്രായപൂർത്തിയാകുമ്പോൾ ക്ലേവ്ലാൻഡിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരേക്കാൾ ഉപരിയായി അദ്ദേഹം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. One toast of the evening was to another AA who wanted to be the Cleveland when we came so much. Unhappily, he never got to the traditions meeting. നിർഭാഗ്യവശാൽ അദ്ദേഹം ഒരിക്കലും ഈ പറയുന്ന പാരമ്പര്യത്തിന്റെ ഈ യോഗത്തിൽ എത്തിയില്ല. He had been carried off by a heart attack the night before the traditions meeting and the birthday banquet took place. അതായത് നമ്മുടെ പാരമ്പര്യം പ്രസിദ്ധീകരിക്കുന്ന ആ യോഗത്തിൽ അദ്ദേഹത്തിന് തലേ ദിവസം ഒരു രാത്രി ഹൃദയാഘാതം സംഭവിച്ചതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനം ആയതുകൊണ്ടും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ നടന്നില്ല. പക്ഷേ നീണ്ടുപോയപ്പോൾ സന്തോഷം അത് ഏറ്റെടുത്തു. He had been carried off, but at length Katie took over. We danced till midnight. പിന്നീട് ഞങ്ങൾ അർദ്ധരാത്രി വരെ നൃത്തം ചെയ്തു. We knew the absent ones would want it that way. ഹാജരാകാത്തവർ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. Several thousands of us crowded into the Cleveland Music Hall for the traditions meetings, which was thought by most AAs to be the high point of our conference. ഞങ്ങൾ കോൺഫറൻസിന്റെ ഏറ്റവും ഉയർന്ന പോയിന്റായ മിക്ക AAകളും കരുതിയിരുന്ന ട്രഡീഷൻസ് അല്ലെങ്കിൽ പാരമ്പര്യ മീറ്റിങ്ങിനായി ആയിരക്കണക്കിന് ഞങ്ങൾ ക്ലേവ്ലാൻഡ് മ്യൂസിക് ഹാളിൽ തിങ്ങി നിറഞ്ഞു. Six all-time stalwarts coming from places far flung as Boston and San Diego beautifully reviewed the years of AA experience which had led to the writing of our tradition. Then I was asked to sum up, which I did saying. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ആയിരക്കണക്കിന് ആളുകള് ക്ലീവ്ലാൻഡ് മ്യൂസിക് ഹാളിൽ തിങ്ങി നിറഞ്ഞു. ബോസ്റ്റൺ, സാൻഡിഗോ തുടങ്ങിയ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന 6 പഴയകാല AAകൾ നമ്മുടെ പാരമ്പര്യങ്ങൾ എഴുതുന്നതിലേക്ക് നയിച്ച AA അനുഭവത്തിന്റെ പഴയ വർഷങ്ങളെ മനോഹരമായി അവലോകനം ചെയ്തു. എന്നിട്ട് എന്നോട് സംഗ്രഹിക്കാൻ ആവശ്യപ്പെട്ടു. അത് ഞാൻ ചെയ്തു. that touching all matters affecting AA unity,
ഐക്യത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്പർശിച്ചുകൊണ്ട് അവർ കോമൺ വെൽഫെയർ ഷുഡ് കം ഫസ്റ്റ്. നമ്മുടെ പൊതുക്ഷേമം ആദ്യം വരണം. ദാറ്റ് എ ഹാസ് നോ ഹ്യൂമൻ അതോറിറ്റി. ഐക്ക് മാനുഷിക അധികാരങ്ങളില്ല. only God as he may speak in our group conscious. ദൈവം അല്ലെങ്കിൽ നമ്മുടെ കൂട്ട മനസാക്ഷിയിൽ കൂടി സംസാരിക്കുന്ന ദൈവം മാത്രമേ നമ്മൾക്ക് വേണ്ടി സംസാരിക്കൂ. only God as he may speak in our group. നമ്മുടെ കൂട്ടായ മനസാക്ഷിയിൽ കൂടി തെളിവാകുന്ന ദൈവം മാത്രമേ അതിൽ സംസാരിക്കൂ. ദാറ്റ് അവർ ലീഡേഴ്സ് ആർ ബട്ട് ട്രസ്റ്റഡ് സെർവൻസ്. നമ്മുടെ നേതാക്കൾ വിശ്വസ്തരായ സേവകരാണ്. ദേ ഡു നോട്ട് ഗവൺ. അവർ നമ്മളെ ഭരിക്കുന്നില്ല. that any alcoholic may become an AA member if he says so. അങ്ങനെ ഞാൻ AA മെമ്പർ ആണെന്ന് പറഞ്ഞാൽ AA അംഗമാണെന്ന് പറഞ്ഞ ഏതൊരു മദ്യപാനിക്കും ആൽക്കോളിക്സ് അനോണിമസിലെ അംഗമാകാം, അവൻ അങ്ങനെ പറഞ്ഞാൽ. AA അംഗമാണെന്ന് പറഞ്ഞാൽ he says so. അവൻ അങ്ങനെ പറയുന്നെങ്കിൽ അവൻ ആൽക്കോളിക്. we excluded no one. നമ്മൾ ആരെയും ഒഴിവാക്കില്ല. That very AA group may manage its own affairs as its likes, provide surroundings. Groups are not harmed thereby. ചുറ്റുപാടുമുള്ള ഗ്രൂപ്പുകൾക്ക് ദോഷം വരുത്തുന്നില്ലെങ്കിൽ ഓരോ AA ഗ്രൂപ്പിനും അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാം. ദാറ്റ് വി AAs have but a single aim. ഓരോ AA ഗ്രൂപ്പിനും അവർ സ്വന്തം കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാം. AA ഗ്രൂപ്പിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. The carrying of our message to the alcohol who still suffers. ഇപ്പോഴും കഷ്ടപ്പെടുന്ന മദ്യപാന രോഗികൾക്ക് നമ്മളുടെ സന്ദേശം എത്തിക്കുക. That in consequences we cannot finance, endorse or otherwise lend the name Alcoholics Anonymous to any other enterprise, however worthy, that AA as such ought to remain poor, less problems of property management and money divert us from our sole aim, that we ought to be self-supporting, gladly paying our small expenses ourselves. ഏകൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും കഷ്ടപ്പെടുന്ന മദ്യപാനികൾക്ക് ഞങ്ങളുടെ സന്ദേശം എത്തിക്കുക. തൽഫലമായി യോഗ്യമായ മറ്റെന്തെങ്കിലും സംരംഭത്തിന്, നമ്മൾക്ക് ഉചിതമെന്ന് തോന്നുന്ന മറ്റേതെങ്കിലും സംരംഭത്തിന് ആൽക്കോളിക്സ് അനോണിമസ് എന്ന പേര് നൽകുകയോ ധനസഹായം നൽകാനോ അതിനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ വായ്പ നൽകാനോ കഴിയില്ല. സ്വത്ത്, മാനേജ്മെന്റ്, പണം എന്നിവയിൽപ്പെട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഏക ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കാതിരിക്കാൻ AA ദരിദ്രമായി തുടരണം. നമ്മുടെ ചെറിയ ചെലവുകൾ സന്തോഷപൂർവമായി നൽകി സ്വയം പിന്തുണയ്ക്കുന്നവരായിരിക്കണം. To be supporting, we ought to be self-supporting, gladly paying our smallest in ourselves. That AA should remain forever non-professional. Ordinary 12 steps work never to be paid for. That as a fellowship, we should never be organized, but may nevertheless create responsible service boards or committees to ensure us better propagations and sponsorship, and that these agencies may engage full-time workers for special tasks. നൽകി സ്വയം നമ്മുടെ ചെറിയ ചെലവുകൾ സന്തോഷപൂർവ്വം നൽകി സ്വയം പിന്തുണയ്ക്കുന്നവരായിരിക്കണം. എന്നത്തേക്കുമായി പ്രൊഫഷണലുകൾ ആയിരിക്കരുത്. സാധാരണയായിട്ടുള്ള 12-ാം പടി ജോലിക്ക് പണം നൽകേണ്ടതില്ല. ഒരു ഫെലോഷിപ്പ് എന്ന നിലയിൽ ഞങ്ങൾ ഒരിക്കലും സംഘടിതമാകരുത്. എന്നിരുന്നാലും ഞങ്ങൾക്ക് മികച്ച പ്രചരണവും സ്പോൺസർഷിപ്പും ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള സേവന ബോർഡുകളോ കമ്മിറ്റികളോ സൃഷ്ടിക്കാം. കൂടാതെ ഈ ഏജൻസികൾക്ക് പ്രത്യേക ജോലികൾക്കായി മുഴുവൻ സമയ തൊഴിലാളികളെ ഉൾപ്പെടുത്താം. Meta provided response to that agencies, full-time workers for special, that our public relations ought to proceed upon the principle of attraction rather than promotion, it being better to let our friends recommend us. That personal anonymity at the level of press, radio and pictures ought to be strictly maintained as our best protections against the temptations of power or personal ambitions. And finally, that anonymity before the general public is the spiritual key to all our traditions. Our reminding us of we are always to place principles before personalities, that we are actually to practice a genuine humility. This is to the end that our great blessings may never spoil us, that we shall forever live in thankful contemplation of Him who presides over us all. അപ്പോ ഉത്തരവാദിത്തമുള്ള സ്വയംഭരണ ബോർഡുകളോ കമ്മിറ്റികളോ സൃഷ്ടിക്കാം. കൂടാതെ ഈ ഏജൻസികൾക്ക് പ്രത്യേക ജോലികൾക്കായി മുഴുവൻ സമയ തൊഴിലാളികളെ ഉൾപ്പെടുത്താം. നമ്മുടെ പബ്ലിക് റിലേഷൻസ് പ്രൊമോഷനേക്കാൾ ആകർഷണ തത്വത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഞങ്ങളെ ശുപാർശ ചെയ്യാൻ
നമ്മുടെ സുഹൃത്തുക്കളെ അനുവദിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമ്മുടെ സുഹൃത്തുക്കളായ ഡോക്ടർമാരെയോ പുരോഹിതന്മാരെയോ ജഡ്ജിമാരെയോ അങ്ങനെയുള്ളവരെയൊക്കെ അനുവദിക്കുന്നതാണ് നല്ലത്. പ്രസ്, റേഡിയോ എന്നിവയില് ചിത്രങ്ങൾ എന്നിവയിലുള്ള തരത്തിലുള്ള വ്യക്തിപരമായ അനോണിമിറ്റി, അധികാരത്തിന്റെയോ വ്യക്തിപരമായ അഭിലാഷത്തിന്റെയോ പ്രലോഭനങ്ങൾക്കെതിരായ നമ്മുടെ ഏറ്റവും മികച്ച സംരക്ഷണമായി കർശനമായി പരിപാലിക്കേണ്ടതുണ്ട്. അവസാനമായി, പൊതുസമൂഹത്തിന് മുമ്പാകെയുള്ള അജ്ഞാതത്വം നമ്മുടെ എല്ലാ പാരമ്പര്യങ്ങളുടെയും ആത്മീയ താക്കോലാണ്. എല്ലായ്പ്പോഴും വ്യക്തിത്വങ്ങൾക്ക് മുമ്പിൽ തത്വങ്ങൾ സ്ഥാപിക്കണമെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ വിനയമാണ് നാം പരിശീലിക്കേണ്ടത്. നമ്മുടെ മഹത്തായ അനുഗ്രഹങ്ങൾ ഒരിക്കലും നമ്മെ നശിപ്പിക്കാതിരിക്കാൻ ഇത് അവസാനം വരെ തുടരണം. നമ്മെ എല്ലാവരെയും നയിക്കുന്നവനെ കുറിച്ചുള്ള നന്ദിയുള്ള ധ്യാനത്തിൽ നാം എന്നേക്കും ജീവിക്കും. So summing up, I then inquired if those present had any objections to the 12 traditions of Alcoholics Anonymous as they stood. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആൽക്കോളിക്സ് അനോണിമസിന്റെ അല്ലെങ്കിൽ മദ്യാസക്തിയുടെ 12 പാരമ്പര്യങ്ങളോട് അവിടെയുള്ള ഉണ്ടായിരുന്നവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. ഹിയറിംഗ് none, I offered the 8 traditions for adoptions. ഞാൻ അന്വേഷിച്ചപ്പോൾ ഒന്നും കേട്ടില്ല. ഞാൻ ആ പാരമ്പര്യത്തിന്റെ ദത്തെടുക്കലിനായി പാരമ്പര്യങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്തു. ഇംപ്രസീവ്ലി unanimous, the crowd stood up, so ended that fine hour in which we all alcoholics took our destiny by the hand. അവിടെ ഉണ്ടായിരുന്നവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോന്ന് ഞാൻ അന്വേഷിച്ചു. ഒന്നും കേട്ടില്ല. ഞാൻ ആ പാരമ്പര്യത്തിന്റെ ദത്തെടുക്കലിനായി പാരമ്പര്യങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്തു. ഏകകണ്ഠമായി ആ ജനക്കൂട്ടം എഴുന്നേറ്റ് നിന്നു. മദ്യപാനികളായ ആൽക്കോളിക്സ് അനോണിമസിലെ ഞങ്ങൾ, അല്ലെങ്കിൽ മദ്യാസക്തരായ ആൽക്കോളിക്സ് അനോണിമസിലെ ഞങ്ങളുടെ വിധി കൈപ്പിടിയിൽ ഒതുക്കിയ നല്ല മണിക്കൂർ അങ്ങനെ അവസാനിച്ചു. ഓൺ സൺഡേ മോർണിംഗ് we listened to a panel of 4 AAs who portrayed the spiritual side of Alcoholics Anonymous as they understood it. ആൽക്കോളിക്സ് അനോണിമസിന്റെ ആത്മീയ വശം ചിത്രീകരിക്കുന്ന 4 AAകൾ അടങ്ങിയ ഒരു പാനൽ ഞായറാഴ്ച രാവിലെ ഞങ്ങൾ ശ്രദ്ധിച്ചു. What with church goers and late rising banqueters, the conference committee had never guessed this would be a heavy duty session. അവർ മനസ്സിലാക്കിയതുപോലെ പള്ളിയിൽ പോകുന്നവരുടെയും വൈകി എഴുന്നേൽക്കുന്ന വിരുന്നുകാരുടെയും കാര്യത്തിൽ ഞാനൊരു കനത്ത ഡ്യൂട്ടി സെക്ഷൻ ആയിരിക്കുമെന്ന് കോൺഫറൻസ് കമ്മിറ്റി ഒരിക്കലും ഊഹിച്ചിരുന്നില്ല. Under the what with this church goers and late rising bucketers, the conference committee had never guessed this would be a heavy duty session. അതായത് താമസിച്ചു പോകുന്നവർക്കും ലേറ്റ് ആയിട്ട് പള്ളി പോകുന്നവരെ പോലെ ചെയ്യുന്നവർക്കൊക്കെ. But church goers had already returned from their devotions and hardly a soul stayed abed. അതായത് അന്ന് ഞായറാഴ്ചയാണ്. അപ്പൊ പലരും പള്ളിയിൽ പോയി, ചിലര് ഇച്ചിരി താമസിച്ചാണ് ഞായറാഴ്ച ആയതുകൊണ്ട് എണീറ്റത്. അതൊരു ചർച്ച, അതായത് കോൺഫറൻസ് കമ്മിറ്റി ശ്രദ്ധ ചെലുത്താൻ പറ്റാത്തൊരു, ഊഹിക്കാൻ പറ്റാത്തതായിരുന്നു. ബട്ട് ചർച്ച് ഗോയേഴ്സ് ഹാഡ് ഓൾറെഡി റിട്ടേൺഡ് ഫ്രം ദയർ ഡിവോഷൻസ് ആൻഡ് ഹാർഡ്ലി എ സോൾ സ്റ്റേഡ് ബെഡ്. പക്ഷെ എന്നാൽ പള്ളിയിൽ പോകുന്നതുകൊണ്ട് അവരുടെ ഭക്തികളിൽ നിന്ന് മടങ്ങിപ്പോയിരുന്നു. ഒരു ആത്മാവും നിശ്ചലമായിരുന്നില്ല. അത് കഴിഞ്ഞ് അവരെ പെട്ടെന്ന് തന്നെ റിട്ടേൺ ഫ്രം ദയർ ഡിവോഷൻസ്, പെട്ടെന്ന് തന്നെ ആരാധന കഴിഞ്ഞ് തിരിച്ചെത്തി. ഹോട്ടൽ ക്ലേവ്ലാൻഡ്സ് ബോൾറൂം വാസ് ഫിൽഡ് ആൻ അവർ ബിഫോർ ഹാൻഡ്. അതായത് ഹോട്ടൽ ക്ലേവ്ലാൻഡിലെ ബോൾറൂംസ് 1 മണിക്കൂർ മുമ്പേ നിറഞ്ഞു. Hundreds who couldn't get near the meetings packed its corridors and main lobby. 1 മണിക്കൂറിന് മീറ്റിംഗ് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പേ ക്ലേവ്ലാൻഡിലെ ആ ഹോട്ടലിലെ ബോൾറൂം തുറന്നു. മീറ്റിംഗിന് അടുത്തെത്താൻ പോലും കഴിയാതെ 100 കണക്കിന് ആളുകൾ അതിന്റെ ഇടനാഴികളിൽ പ്രധാന രൂപയിലും തിങ്ങി നിറഞ്ഞു. People who have feared that AA is losing interest in things of the spirit should have been there. ആത്മാവിന്റെ കാര്യത്തിൽ താല്പര്യം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്ന ആളുകൾ അവിടെ ഉണ്ടായിരിക്കണം. A hush fell upon the crowd as we forced for a moment of silence. ഞങ്ങൾ ഒരു നിമിഷം നിശബ്ദത പാലിച്ചപ്പോൾ ജനക്കൂട്ടത്തിന്മേൽ വളരെയധികം ഒരു നിശബ്ദത കടന്നു വീണു. Then came the speakers, earnest and careful, prepared all of them. അപ്പോഴെല്ലാം തീഷ്ണതയോടെയും ശ്രദ്ധയോടെയും തയ്യാറായി പ്രസംഗങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരുന്നു. I cannot recall an AA gatherings where the attention was more complete or the devotion deeper. ഇത്രയും ശ്രദ്ധയും പൂർണ്ണമായ ശ്രദ്ധയും പൂർണ്ണമായതും ഭക്തിയും കൂടുതൽ ആഴത്തിലുള്ളതുമായ ഒരു AA ഒത്തുചേരൽ ഇതിനു മുമ്പ് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. Yet some thought that those truly excellent speakers had in their enthusiasm unintentionally created a bit of a problem.
എന്നിരുന്നാലും ആ മികച്ച പ്രസംഗകർ അവരുടെ ആവേശത്തിൽ അബദ്ധവശാൽ ഒരു പ്രശ്നം സൃഷ്ടിച്ചുവെന്ന് ചിലർ കരുതി. പ്രശ്നം സൃഷ്ടിക്കുമെന്ന് ചിലർ കരുതി. Yet some of the truly excellent speaker had in their enthusiasm unintentionally created a bit of a problem. It was felt the meeting had gone overboard in the direction of a religious comparison, philosophy, and interpretations. When by fame, long-standing traditions, VAs had always left such questions strictly to the chosen faith of each individual. One member rose with a word of caution. As I heard him, I thought, what a fortunate occurrence. How well we shall always remember that AA is never to be thought of as a religion. How firmly we shall insist that AA membership cannot depend upon any particular belief whatever. That our 12 steps contain no article of religious faith except faith in God, as each of us understands Him. How carefully we shall thenceforth avoid any situations which could possibly lead us to debate matters of personal religious belief. It was, we felt, a great Sunday morning. അപ്പോ പ്രസംഗകർ എങ്ങനെ തീക്ഷ്ണതയാലും ചില പ്രസംഗങ്ങൾ പ്രശ്നം വരാമോ എന്ന് പലർക്കും ഭയപ്പെട്ടു. ശ്രദ്ധ കൂടുതൽ പൂർണ്ണമായത് ഭക്തി കൂടുതലായ, അതായത് ശ്രദ്ധ കൂടുതൽ പൂർണ്ണമായതോ ഭക്തി കൂടുതൽ ആഴത്തിലുള്ളതായ ഒരു ഒത്തുചേരൽ എനിക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ആ മികച്ച പ്രസംഗകർ അവരുടെ ആവേശത്തിൽ അബദ്ധവശാൽ പോലും ഒരു പ്രശ്നം സൃഷ്ടിച്ചെന്ന് ചിലർ കരുതി. മതപരമായ താരതമ്യത്തിന്റെയും തത്വചിന്തയുടെയും വ്യാഖ്യാനത്തിന്റെയും ദിശയിലേക്ക് മീറ്റിംഗ് വളരെയധികം കടന്നുപോയതായി പലർക്കും അനുഭവപ്പെട്ടു. ഉറച്ച ദീർഘകാല പാരമ്പര്യത്തെക്കുറിച്ച് ഞങ്ങൾ എല്ലായ്പ്പോഴും അത്തരം ചോദ്യങ്ങൾ ഓരോ വ്യക്തിയുടെയും തെരഞ്ഞെടുത്ത വിശ്വാസത്തിന് കർശനമായി വിട്ടുകൊടുത്തു. ഒരു അംഗം ജാഗ്രതയോടെ എഴുന്നേറ്റു. അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, എത്ര ഭാഗ്യകരമായ സംഭവം. ഒരിക്കലും ഒരു മതമായി കണക്കാക്കാൻ പാടില്ല എന്ന് നമ്മൾ എത്ര നന്നായി ഓർക്കും. അംഗത്വം ഒരു പ്രത്യേക വിശ്വാസത്തെയും ആശ്രയിക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾ എത്രമാത്രം ഉറച്ചു നിൽക്കും. നമ്മുടെ 12 പടികളിൽ ദൈവത്തിലുള്ള വിശ്വാസമല്ലാതെ മതവിശ്വാസത്തിന്റെ ഒന്നും അടങ്ങിയിട്ടില്ല. അതൊരു വലിയ ഞായറാഴ്ച രാവിലെ തന്നെയാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ദാറ്റ് ആഫ്റ്റർനൂൺ വി ഫിൽഡ് ആൻഡ് ടു ദി ക്ലേവ്ലാൻഡ് ഓഡിറ്റോറിയം. അന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ക്ലേവ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ എല്ലാവരും കൂടിച്ചേർന്നു. ദ ബിഗ് ഇവന്റ് വാസ് ദ അപ്പിയറൻസ് ഓഫ് ഡോക്ടർ ബോബ്. ഡോക്ടർ ബോബ് പ്രത്യക്ഷപ്പെട്ടതാണ് വലിയ സംഭവം. Earlier we thought he had never make it. His illness had continued to severe. ഡോക്ടർ ബോബ് അവിടെ പ്രത്യക്ഷപ്പെട്ടതാണ് വലിയ സംഭവം. അവൻ ഒരിക്കലും അങ്ങനെ വരാവുന്ന കാര്യത്തിൽ വിജയിക്കില്ലെന്ന് ഞങ്ങൾ നേരത്തെ കരുതിയിരുന്നു. അവന്റെ അസുഖം വളരെ ഗുരുതരമായി തുടരുകയായിരുന്നു. Seeing him once again was an experience for 7,000 shall always treasure. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കാണുന്നത് ഞങ്ങൾ 7,000 പേർക്ക് എന്നും നിധി പോലെയുള്ള ഒരു അനുഭവമായിരുന്നു. He spoke in a strong, sure voice for 10 minutes, and he left us a great heritage, a heritage by which we can surely grow. 10 മിനിറ്റോളം ശക്തമായ ഉറപ്പുള്ള ശബ്ദത്തിൽ ഡോക്ടർ ബോബ് ഞങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം ഞങ്ങൾക്കൊരു മഹത്തായ പൈതൃകം അവശേഷിപ്പിച്ചു. ഞങ്ങൾക്ക് ഏകൾക്ക് തീർച്ചയായും വളരാൻ കഴിയുന്ന ഒരു പൈതൃകം. It was the legacy of one who had been sober since June 10, 1935, who saw our first group to success, and one who in the 15 years since had given both medical help and vital aid to 4,000 of our afflicted ones at good St. Thomas Hospital in Akron, the birthplace of Alcoholics Anonymous. 1935 ജൂൺ 10 മുതൽ ശാന്തത പാലിച്ച ഒരാളുടെ പൈതൃകമാണത്. ഞങ്ങളുടെ ആദ്യ ഗ്രൂപ്പിനെ വിജയത്തിലേക്ക് നയിച്ചത്. അതിനുശേഷം 15 വർഷത്തിനുള്ളിൽ ആൽക്കോളിക്സ് അനോണിമസിന്റെ ജന്മസ്ഥലമായ അക്രോണിലെ നല്ല സെന്റ് തോമസ് ആശുപത്രിയിൽ വെച്ച് ഞങ്ങളുടെ 4,000 ദുരിതബാധിതരായ മദ്യാസക്തർക്ക് വൈദ്യസഹായവും സുപ്രധാനമായ ഈ നൽകിയ ഒരാളുടെ പാരമ്പര്യമാണത്. Simplicity, devotion, steadfastness, and loyalty. This we remembered were the hallmarks of that character which Dr. Bob had all implanted in so many of us. I too could gratefully recall that in all the years of our associations, there had never been an angry word between us. Such were our thoughts as we looked at Dr. Bob. ലാളിത്യം, ഭക്തി, സ്ഥിരത, വിശ്വസ്തത. ഡോക്ടർ ബോബ് ഞങ്ങളിൽ പലരിലും അതെല്ലാം നന്നായി നട്ടുപിടിച്ച ആ കഥാപാത്രത്തിന്റെ മുഖമുദ്രകൾ അവയാണെന്ന് ഞങ്ങൾ ഓർത്തെടുത്തു.
ഞങ്ങളുടെ, അതായത് ബിൽ ഡബ്ല്യുവിന്റെയും ഡോക്ടർ ബോബിന്റെയും കൂട്ടുകെട്ടിന്റെ എല്ലാ വർഷങ്ങളിലും ഞങ്ങൾക്കിടയിൽ ഒരു നിമിഷം പോലും ഒരു ദേഷ്യം പോലും ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് നന്ദിയോടെ ഓർക്കാം. ഡോക്ടർ ബോബിനെ നോക്കുമ്പോൾ ഞങ്ങളുടെ ചിന്തകൾ ഇങ്ങനെയൊക്കെയായിരുന്നു. Then for an hour I tried to sum up. പിന്നെ ഒരു മണിക്കൂർ ഞാൻ സംഗ്രഹിക്കാനായി ശ്രമിച്ചു. Yet how could one add much to what we had all seen, heard and felt in those 3 wonderful days? With relief, and certainly we had seen that A could never become exhibition, exhi- ex, ex, exhibitionistics or big business. That its early humility and simplicity is very much with us. That we are still mindful our beloved fellowship is God's success, not ours. പിന്നെയുണ്ടായ ഒരു മണിക്കൂറിൽ ഞാൻ ഇതെല്ലാം സംഗ്രഹിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ആ 3 അത്ഭുതകരമായ ദിവസങ്ങളിൽ നാം എല്ലാവരും കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളിൽ ഒരാൾക്ക് എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ വളരെയധികം ചേർക്കാനാകും? ആശ്വാസത്തോടൊപ്പം ഉറപ്പോടെയും ഒരിക്കലും പ്രദർശനപരമോ വൻകിട ബിസിനസ്സോ ആകാൻ കഴിയില്ലെന്ന് ഞങ്ങൾ കണ്ടു. അതിന്റെ ആദ്യകാല വിനയവും ലാളിത്യവും നമ്മളോടൊപ്പമുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടായ്മ ദൈവത്തിന്റെ വിജയമാണ്, നമ്മുടേതല്ല. തന്റെ മനസാക്ഷിയിലെ ഒരു ശബ്ദം പ്രചരിപ്പിച്ച ഒരു ഏയിൽ നിന്നാണ് ദർശനം ആരംഭിച്ചത്. തുടർന്ന് അതെല്ലാം വി ആർ സ്റ്റിൽ മൈൻഡ്ഫുൾ അവർ ബിലോഡ് ഫെലോഷിപ്പ് ഗോഡ്സ് നോട്ട് അവേഴ്സ്. ഏർലി അപ്പോ തന്റെ മനസാക്ഷിയിലൂടെ ശബ്ദം ശ്രവിച്ച ഒരു ഏയിൽ നിന്നാണ് ആ ദർശനം ആരംഭിച്ചത്. And as evidence, I shared a vision of as Lewis and I saw it unfold on a distant bleach head in far Norway. The vision began with one AI who listened to the voice in his conscience and then sold all he had. As evidence. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂടെ ദൈവത്തിന് വിജയം നമ്മുടേതല്ല. നമ്മുടെ മനസാക്ഷിയിൽ ശബ്ദം പ്രചരിച്ച ഒരു ഏയിൽ നിന്നാണ് ദർശനം ആരംഭിച്ചത്. തുടർന്ന് നമുക്ക് തനിക്കുള്ളതെല്ലാം അദ്ദേഹം വിറ്റു. then sold all he had. ഗ്രൂപ്പ്, അതായത് the vision began with one AI who listened to the voice in his conscience. മനസാക്ഷിയുടെ ശബ്ദം കേട്ടു and അവൻ അതെല്ലാം വിറ്റു. ജോർജ്, എ നോർവീജിയൻ അമേരിക്കൻ, came to us in Greenwich. ജോർജ് ഒരു നോർവീജിയൻ അമേരിക്കൻ, കണക്ടിക്കറ്റ് 5 years ago. അദ്ദേഹം 5 വർഷം മുമ്പ് കണക്ടിക്കറ്റിലെ ഗ്രീൻവിച്ച് ഞങ്ങളുടെ അടുക്കൽ വന്നു. His parents back home hadn't heard from him in 20. നാട്ടിൽ തിരിച്ചെത്തിയ മാതാപിതാക്കൾ 20 വർഷമായി അവനെ കുറിച്ച് കേട്ടിട്ടില്ല. He began to send letters telling them to his new freedom. ആ 20 വർഷത്തിന് ശേഷം അവൻ വളരെ തനിക്ക് കിട്ടിയ പുതിയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്റെ മാതാപിതാക്കൾക്ക് കത്തുകൾ അയക്കാൻ തുടങ്ങി. ബാക്ക് കെയിം വെരി ഡിസ്കസ്റ്റിംഗ് ന്യൂസ്. തിരിച്ചു വന്നത് വളരെ ആശങ്കാജനകമായ വാർത്തയാണ് തിരികെ വന്നത്. The family reported his only brother in desperate condition about to lose all through alcohol. മദ്യപാനത്തിലൂടെ എല്ലാം നഷ്ടപ്പെടാൻ പോകുന്ന അവന്റെ ഏക സഹോദരനെ നിരാശാജനകമായ അവസ്ഥയിലാണെന്ന് കുടുംബം അവനെ അറിയിച്ചു. What could be done? The AI from Greenwich had a long talk with his wife. തന്റെ ഏക സഹോദരൻ നിരാശാജനകമായ മദ്യപാനം മൂലം നിരാശാജനകമായ അവസ്ഥയിലാണെന്ന് കുടുംബം അവനെ അറിയിച്ചപ്പോൾ എന്തു ചെയ്യാൻ കഴിയും? ഗ്രീൻവിച്ചിൽ നിന്നുള്ള യുടെ ഭാര്യയുമായി ദീർഘനേരം ഞങ്ങൾ സംസാരിച്ചു. Together they took a decision to sell their little restaurant all they had. അവരുടെ ആ ചെറിയ റെസ്റ്റോറന്റ് വിൽക്കാൻ അവർ തീരുമാനിച്ചു. They would go to Norway to help the brother. അവർ അവരുടെ ചെറിയ റെസ്റ്റോറന്റ് വിൽക്കാൻ തീരുമാനിച്ചു. സഹോദരനെ സഹായിക്കാൻ അവർ നോർവേയിലേക്ക് പോകും. A few weeks later, an airliner landed them at Oslo. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഒരു വിമാനം അവരെ ഓസ്ലോയിൽ കൊണ്ടിറക്കി. They hastened from field to town and then 25 miles down the fjord where the Alliance brothers lived. He was in a bad state, all right. അവർ വയലിൽ നിന്ന് പട്ടണത്തിലേക്ക്, അവിടെ നിന്ന് 25 മൈൽ താഴേക്ക് രോഗിയായ സഹോദരൻ താമസിച്ചിരുന്ന ഫ്യോർഡിലേക്കും വേഗത്തിൽ പോയി. അവൻ ആകെ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. He was in a bad state at all. Unfortunately, though, everybody saw it but him.
He had have no AA, no American nonsense. He an alcoholic. Why? Certainly not. Of course, the men from Greenwich had heard such objections before. നിർഭാഗ്യവശാൽ അവൻ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. നിർഭാഗ്യവശാൽ അവനല്ലാതെ എല്ലാവരെയും അത് കണ്ടു. അവൻ മാത്രമേ അവന്റെ നിർഭാഗ്യാവസ്ഥ കാണാതിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ഇല്ല, അമേരിക്കൻ അസംബന്ധമില്ല. അവൻ മദ്യപാനിയാണോ? എന്തുകൊണ്ട്? തീർച്ചയായും ഇല്ല. തീർച്ചയായും ഗ്രീൻവിച്ചിൽ നിന്നുള്ള ഈ മനുഷ്യൻ അത്തരം എതിർപ്പുകൾ മുമ്പ് എല്ലാം മധ്യാസികളിൽ നിന്നും കേട്ടിരുന്നു. Objection before, but now this familiar argument was hard to take. Maybe he had sold all he had for no profit to anybody. George persisted every bit he dared, but finally surmised it was no use. Determined to start an AA group in Norway anyhow, he began a round of Oslo's clergy and physicians. Nothing happened. Not one of them offered him a single prospect. Greatly cast down, he and his wife thought it high time they got back to Connecticut. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഇതിനെല്ലാം എതിർപ്പുകൾ കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പരിചിതമായ വാദം എടുക്കാൻ കാരണം സഹോദരന്റെ എതിർപ്പുകളാണ്, അതെടുക്കാൻ പ്രയാസമായിരുന്നു. ഒരു പക്ഷെ അയാൾക്കുള്ളതെല്ലാം ലാഭമില്ലാതെ ആർക്കൊക്കെയോ വിറ്റിട്ടാണ് അവിടെ പോകുന്നത്. താൻ ധൈര്യപ്പെടുന്ന ഓരോ വീട്ടിലും ജോർജ് ഉറച്ചു നിന്നു. പക്ഷെ അത് പ്രയോജനമില്ലെന്ന് ഒടുവിൽ ഊഹിച്ചു. ഏതു വിധേനയും നോർവേയിൽ ഒരു AA ഗ്രൂപ്പ് തുടങ്ങാൻ തീരുമാനിച്ച അദ്ദേഹം ഓസ്ലോയിലെ വൈദികരുടെയും ഡോക്ടർമാരുടെയും ഇടയിലൂടെ ഒരു റൗണ്ട് ആരംഭിച്ചു. അല്ലെങ്കിൽ ഒന്ന് കറങ്ങി. ഒന്നും സംഭവിച്ചില്ല. അവരിൽ ഒരാൾ പോലും അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയും വാഗ്ദാനം ചെയ്തില്ല. ജോർജ് വളരെ തളർന്നു. അവനും ഭാര്യയും കണക്റ്റിക്കറ്റിലേക്ക് മടങ്ങിയെത്തുമെന്ന് കരുതി. ബട്ട് പ്രൊവിഡൻസ് ടുക്ക് എ ഹാൻഡ്. എന്നാൽ ദൈവം അല്ലെങ്കിൽ നമ്മളെ കാത്തു പരിപാലിക്കുന്ന പ്രൊവിഡൻസ് ടുക്ക് എ ഹാൻഡ്, കൈപിടിച്ചു. The rebellious Norwegian obligingly tore off on one of his fantastic periods. വിമതനായ നോർവീജിയൻ തന്റെ അതിശയകരമായ Norwegian obligingly tore off on one of his fantastic periodics. അതിന് നോർവീജിയൻ തന്റെ അതിശയകരമായ ആനുകാലികളിൽ നിന്ന് വലിച്ചു കീറി, അല്ലെങ്കിൽ അയാളുടെ ശീലത്തെ അദ്ദേഹം വലിച്ചു കീറി. ഇൻ ദ ഫൈനൽ anguish of his hangovers, he cried out of him and from Greenwich, "Tell me again of the anonymous alcoholics." അങ്ങനെ ഒരു ദിവസം ഹാങ് ഓവറിന്റെ അവസാന വേദനയിൽ അദ്ദേഹം ഗ്രീൻവിച്ചിൽ നിന്നുള്ള തന്റെ സഹോദരനോട് നിലവിളിച്ചു, അജ്ഞാത മദ്യപാനികളെ കുറിച്ച് എന്നോട് വീണ്ടും പറയൂ. വാട്ട് ഓ മൈ ബ്രദർ ഷാൽ ഐ ഡു? എന്റെ സഹോദര, ഞാൻ എന്ത് ചെയ്യണം? വിത്ത് പെർഫെക്റ്റ് സിംപ്ലിസിറ്റി ജോർജ് റീടോൾഡ് ദ AA സ്റ്റോറി. തികഞ്ഞ ലാളിത്യത്തോടെ ജോർജ് വീണ്ടും AAയുടെ കഥ വീണ്ടും അവനോട് പറഞ്ഞു. When he had done, he wrote out in his all but forgotten Norwegian a long-hand translation of a little pamphlet published by the White Plains New York group. It contained, of course, our 12 steps of recovery. The family from Connecticut them flew away home. The Norwegian brother, himself a typesetter, commenced to place tiny ads in the Oslo newspaper. He explained he was a recovered alcoholic who wished to help others. At last a prospectus appeared. When the newcomer was told the story and shown the White Plains pamphlet, he too sobered up instantly. The founders to be then placed more ads. തികഞ്ഞ ലാളിത്യത്തോടെ ജോർജ് അവനോട് ആ AA കഥ വീണ്ടും പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വൈറ്റ് പ്ലെയിൻസ് ന്യൂയോർക്ക് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച ഒരു ചെറിയ ലഘുലേഖയുടെ ദീർഘമായ വിവർത്തനം നോർവീജിയൻ ഭാഷയിൽ അദ്ദേഹം എഴുതി. തീർച്ചയായും വീണ്ടെടുക്കലിന്റെ 12 പടികൾ അതിലടങ്ങിയിരുന്നു. കണക്റ്റിക്കറ്റിൽ നിന്നുള്ള കുടുംബം പിന്നീട് വീട്ടിലേക്ക് പറന്നു. നോർവീജിയൻ സഹോദരൻ ഒരു ടൈപ്പ് സെറ്റർ ഓസ്ലോ പത്രങ്ങളിൽ ചെറിയ പരസ്യങ്ങൾ നൽകാൻ തുടങ്ങി. മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന മദ്യപാനിയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഒരു പ്രതീക്ഷ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നവാഗതനോട് കഥ പറയുകയും വൈറ്റ് പ്ലെയിൻസ് ലഘുലേഖ കാണിക്കുകയും ചെയ്തപ്പോൾ അവനും തൽക്ഷണം ശാന്തനായി. സ്ഥാപകർ പിന്നീട് കൂടുതൽ പരസ്യങ്ങൾ നൽകി. The founders to be then placed more ads. 3 years after, 3 വർഷങ്ങൾക്ക് ശേഷം, Lewis and I alighted upon that same airfield. ലൂയിസും ഞാനും അതേ എയർഫീൽഡിൽ ചെന്നിറങ്ങി. We then learned that Norway has hundreds of AAs and good ones. നോർവേയിൽ 100 കണക്കിന് AAകൾ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. The men of Oslo had already carried the life-giving news to other Norwegian cities, and this becomes burned brightly. It had all been just as simple, but just as mysterious as that.
നൂറുകണക്കിന് AI നോർവേയിൽ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഒപ്പം നല്ലവരായ ആളുകളും. ഓസ്ലോയിലെ ആളുകൾ ഇതിനകം തന്നെ മറ്റ് നോർവീജിയൻ നഗരങ്ങളിലേക്ക് ജീവൻ നൽകുന്ന ഈ വാർത്ത എത്തിച്ചിരുന്നു. ഈ ബീക്കണുകളിൽ അവർ തിളങ്ങി നിന്നു. എല്ലാം വളരെ ലളിതമായിരുന്നു, എന്നാൽ നിഗൂഢമായിരുന്നു. In the final moments of our historic conference, it seemed fitting to read from chapter 11 of Alcoholics Anonymous. These were the words we took home with us. Abandon yourself to God as you understand God. Admit your fault to Him and your fellows. Clear away the wreckage of your past. Give freely what you find, and join us. We shall be with you on the fellowship of the Spirit, and you will surely meet some of us as you touch the road of happy destiny. May God bless you and keep you until then. അതുപോലെ ഞങ്ങളുടെ ചരിത്രപ്രധാനമായ ഈ സമ്മേളനത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ആൽക്കോളിക്സ് അനോണിമസ് എന്ന പുസ്തകത്തിലെ 11-ാം അധ്യായം വായിക്കുന്നത് ഉചിതമാണെന്ന് തോന്നി. ഞങ്ങളോടൊപ്പം ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന വാക്കുകൾ ഇതായിരുന്നു: നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കുന്നത് പോലെ നിങ്ങളെ തന്നെ ദൈവത്തിലേക്ക് ഉപേക്ഷിക്കുക. നിങ്ങളുടെ തെറ്റുകൾ അവനോടും നിങ്ങളുടെ കൂട്ടാളികളോടും ഏറ്റുപറയുക. നിങ്ങളുടെ ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങൾ മായ്ക്കുക. നിങ്ങൾ കണ്ടെത്തുന്നത് സൗജന്യമായി നൽകുക. ഞങ്ങളോടൊപ്പം ചേരുക. ആത്മാവിന്റെ കൂട്ടായ്മയിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ തീർച്ചയായും ഞങ്ങൾ ചിലരെ കണ്ടുമുട്ടുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. അടുത്ത ലേഖനം